friends, welcome to Pulinji. ഫ്രണ്ട്സ്, ഇൻഡിപെൻഡൻസ് ഡേ ആവാൻ ഒരു ദിവസമല്ലേ ബാക്കിയുള്ളൂ. അപ്പൊ നമുക്ക് വേഗമില്ല ഒരു ക്രാഫ്റ്റും കൂടി ഉണ്ടാക്കിയെടുത്താലോ. അപ്പൊ നിങ്ങളെല്ലാരും എന്റെ കൂടെ എല്ലാ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്യാപ്പ്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ ഉണ്ടാക്കണ്ടേന്ന്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇവിടെ 2 കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പറില്ല നേരിയതാണ്, അതുകൊണ്ടില്ലേ കട്ടിയാക്കാൻ വേണ്ടിട്ട് ഈ കാർഡ്ബോർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ഇതും കൂടി എടുത്തിട്ടുണ്ട് അല്ലേ. ഇത് എന്താ പറയാ, ഭയങ്കര കട്ടിയില്ലാത്ത പേപ്പർ, അപ്പൊ കുറച്ച് കട്ടി വേണം. ഫ്രണ്ട്സ്, നിങ്ങളടുത്ത് ഏതെങ്കിലും ഓറഞ്ച് പിന്നെ ഗ്രീൻ ഏതെങ്കിലും ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അതും എടുത്താൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിയുള്ള പേപ്പറും കാറ്റും എടുത്താൽ മതി. ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഞാൻ ഇവിടെ വൈറ്റ് പേപ്പറും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. സനുവിന്റെ ഡ്രസ്സും ആ പേപ്പറിന്റെ കളറും ഒരേ പോലെ. സാനു കട്ട് ചെയ്യുന്നത് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മളെ പേപ്പർ ചെറുതായതുകൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നീളമുള്ളതാണെങ്കിൽ ഒരു ഇതിൽ മാത്രം അങ്ങനെ കട്ട് ചെയ്താൽ മതി. ഈ ഒരളവിൽ ഇതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താൽ മതി. നമ്മളിത് ചെറുതായതുകൊണ്ടാണ് ഒരു 2-3 ഇതാക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ അല്ലേ. അപ്പം ഇനി ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതിപ്പം നമ്മൾ ഈ പേപ്പറിന് കട്ടി ഇല്ലാത്തത് കൊണ്ടാണ് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എടുത്തത്. ഈ ഒരു ബുക്കിന്റെ ഈ ഒരു കവർ എടുത്തിട്ടുള്ളത്. കട്ടി ഉള്ളതാണെങ്കിൽ, കട്ടിയുള്ള കവർ വല്ല പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മളെ ഇതിന് കട്ടി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത്രയും നീളം വേണ്ടി വരൂല നമുക്ക് അല്ലേ, നീളം അധികമായിരിക്കും. ഇത് ഇത്രയും നീളമാണ്. നമുക്കില്ല നമ്മളെ തലേന്റെ സൈസ് വേണം. നമ്മുടെ തലയിൽ വെക്കാൻ പറ്റിയ ക്യാപ്പിന്റെ സൈസ് ആയിരിക്കണം അല്ലേ. അപ്പം ഇത് ഒരുപാട് നീളം അധികമായിട്ടുണ്ട്, വലിയതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിലും മടക്കി ഒട്ടിക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്യാം. നമുക്ക് ഇതേപോലെ വൈറ്റ് പേപ്പറും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഓറഞ്ചില് ഈ വൈറ്റില് ഒട്ടിച്ചു കൊടുക്കാം. സാറ് കളിച്ച് ക്ഷീണിച്ചിട്ടുണ്ടായല്ലേ, അവന്റെ മുഖത്തൊരു ഉഷാറില്ലാതെ. എന്റെ ഫ്രണ്ട് വന്നിപ്പം കളിക്കാൻ. ഫ്രണ്ട് കളിക്കാൻ വന്ന് അവൻ തിരിച്ചു പോയി, എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന അല്ലേ. അപ്പോഴത്തേക്ക് അവള് ക്ഷീണിച്ചു. ഫ്രണ്ട്സ്, ഞാൻ വൈറ്റിന്റെ മേലെ ഓറഞ്ച് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതില്ല ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ചെടുക്കാം അല്ലേ നമുക്ക്. നിങ്ങൾക്കില്ലേ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഇതിന്റെ സൈസില്ലേ അത് ശ്രദ്ധിക്കണം. അതായത് ഇതിങ്ങനെ സർക്കിളായിട്ട് മടക്കി ഒട്ടിക്കുമ്പോൾ നമുക്ക് തലയിലിടാൻ പറ്റുന്നുണ്ടോ ശ്രദ്ധിക്കണം അല്ലേ. ഫ്രണ്ട്സ്, ഞാൻ ഇതില്ല എന്റെ തലേന്റെ സൈസ് അനുസരിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇന്ന് നമുക്കില്ല ഒരു കാര്യം മാത്രമേ ചെയ്യണ്ടൂ. നമുക്കില്ല ഈ ഗ്രീൻ പേപ്പർ ഇതിന് വേണ്ടിട്ട് ആവശ്യമാണ്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട്സ്. അത് സെമി സർക്കിൾ ഷേപ്പില്. ഫ്രണ്ട്സ്, നമുക്ക് ഈ പേപ്പറില്ലേ നമുക്ക് ഈ ഗ്രീൻ പേപ്പറിന്റെ മുകളിലില്ലേ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്യാം. ഇതിങ്ങനെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം അല്ലേ. ഇത് നമുക്കില്ല ഇങ്ങനെ വെച്ചിട്ട് വരച്ചെടുക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് വരച്ചെടുക്കണം അല്ലേ. ഞാൻ ഇങ്ങനെ പിടിക്കാം, നീ വരച്ചോ.
അപ്പം അതിൻ്റെ കുറച്ച് മേലെയും ഇതേപോലെ വരച്ചെടുക്കുക അല്ലേ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇത് ഇങ്ങനെ ഇതുപോലെ തോന്നുന്നത് പശ ഒട്ടിച്ചതിൻ്റെ. നിങ്ങളുടെ കയ്യിൽ നല്ല ഗ്രീൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കണം. ഇത് നേരിയ പേപ്പർ ആയതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളിത് പെട്ടെന്ന് തീരുമാനിച്ചൊരു ക്രാഫ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളെ കയ്യിലുള്ള പേപ്പർ വെച്ചിട്ടാക്കിയതാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കാം. ഞാനില്ല ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നില്ല ഇത് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഒട്ടിക്കണം. ഫ്രണ്ട്സ് നമുക്കില്ല പശ ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ് നല്ല കട്ടിയുള്ള ചാർട്ട് പേപ്പർ ആണെങ്കിൽ ഇതിനെക്കാട്ടിയും ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് നേരെ പേപ്പർ ആയതുകൊണ്ട് ഒട്ടിച്ചതിൻ്റെ കലയൊക്കെ കാണുന്നത്. നമുക്കിതല്ല ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്താൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വൃത്തിക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തോണ്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. അപ്പൊ നമ്മള് ഫൈനലി ക്യാപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്കിതില് അശോക ചക്രം കൂടി വെച്ചു കൊടുത്താലോ. ഇനി നമുക്ക് ഈ അശോക ചക്രയും കൂടി ഒട്ടിക്കാം. ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് എന്റെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്യാപ്പ്? സൂപ്പർ അല്ലേ? നിങ്ങളെല്ലാവരും വേഗം പറ്റുന്ന ട്രൈ ചെയ്ത നിങ്ങള്. അപ്പോ ഇത് നിങ്ങളുടെ വീട്ടില് എന്തായാലും ട്രൈ ചെയ്യണം. നല്ല സൂപ്പർ ക്യാപ്പാണ് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്യാപ്പ്. നിങ്ങൾക്കല്ല നിങ്ങൾ ഏതെങ്കിലും ആളെ ഹെൽപ്പും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കും ആക്കാൻ പറ്റും. ഫ്രണ്ട്സ് നിങ്ങളില്ല വേഗം ഉണ്ടാക്കിക്കോ. ഫ്രണ്ട്സ് വേഗം ഉണ്ടാക്കിക്കോ. നമുക്കില്ല ഇതില്ല നാളെ സ്കൂളിലില്ല ഇട്ടിട്ട് പോകാം ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം ബൈ ബൈ. जय जय हिंदुस्तान जय हिंदुस्तान